അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.
നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇൻറ്റിമസിയിലേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത്. അതിനകത്ത് ഇൻറ്റിമസിയിലേക്ക് വരാം. ഈശോയുടെ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും കർത്താവ് സ്റ്റാറ്റസ് എന്താണ്, ആ സ്റ്റാറ്റസ്, ആ ഇൻറ്റിമസിയുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത്. അത് ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത്, ഡബിൾ മൈൻഡഡ്. ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല. എന്നാലും അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലിയും ശുശ്രൂഷയും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല, എല്ലാം കർത്താവിൻ്റെ ജോലിയാണ്. ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചാലും തൊഴിലെടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവയായാലും നമ്മളെല്ലാം ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലനുള്ള സ്റ്റാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ ജോലിയാണ്. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്താൽ കർത്താവിൻ്റെ ജോലി ആകത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ഡബിൾ മൈൻഡഡ് ആകരുത്. ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ്. ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയാം വീട്ടിൽ പോടാന്ന് പറയും. എന്താണ്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്. ലൂക്ക 9:62 യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവകാശമില്ലെന്നാ പറഞ്ഞത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ഒരു ജീവിതമാണ്. അതിന് എന്ത് പറ്റും? ഡബിൾ മൈൻഡഡ് പറ്റത്തില്ലെന്ന്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും, വിവാഹിതർക്കും ഏകസ്ഥർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കയറി വരും. എന്താ കാര്യത്തിൽ? കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും. ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ്. ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ്. രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷിക്തരുടെ വായുന്നെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ? അതിൻ്റെ സഹസഞ്ചാരിയായി അതിൻ്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും. പക്ഷേ എന്താ വിഷയം? ആ രക്ഷകൻ്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത്? ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ്. എന്ത് റിജക്റ്റഡ് ചെയ്യും? 2-3 തരത്തിൽ റിജക്ഷൻ സംഭവിക്കും. അതിലൊന്ന്, ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതവരുടെ സംഭവം. ഇപ്പം പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്ത് ചെയ്ത്? ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത്. അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല. ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ, എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഇപ്പം ചുവപ്പ് വസ്ത്രം, കൃതാളന്മാർ ചുവപ്പ് വസ്ത്രം, ആൾ ബിഷപ്പായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴായാലും ഒരു 2 മാസമോ 6 മാസമോ മുമ്പ് 6 കൊല്ലത്തിനുള്ളിൽ മരിക്കും. അപ്പം മരിക്കാൻ തയ്യാറാണ്, വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ചുവപ്പ് കെട്ടണത്. അന്ന് അതിൻ്റെ ട്രഡീഷൻ അതാണ്.
അപ്പോൾ ചുവപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് ആയിട്ടുള്ള, ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും. എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ വരുന്ന ഒരു വിഷയം, ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ്, ആ എവാഞ്ചലൈസേഷനിൽ നിന്ന് വന്നതല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വല്ല വിഷയവൃത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡയലോഗുകാർ ചെന്ന് പെടും. അപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട്. പലരും ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും. പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ്. ഈ നെയിമെ തൊടുമ്പോൾ പണ്ടൊരാൾ തൊട്ടതാണ്, അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പിന്നെ അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തരപ്പെട്ടിട്ട് 10 ദിവസത്തിൻ്റെ ഒപ്പം നിന്നിട്ട് 10 ദിവസത്തിന് പകരം 14 സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മാറിയത്, പൗലോസിൻ്റെ. അപ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും. പാരൽ സംവിധാനം. ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോഴൊക്കെ മനസ്സിലാകും. അപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടല്ലേ? ഓക്കെ അല്ലേ? ശരി. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ദൈവപിതാവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി ജെയിംസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/1/2024 ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത് BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എക്സാമായ സെറ്റ് എക്സാമിന് എന്നെ പാസ്സാക്കിയ ഒരു സാക്ഷ്യമാണ്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. എൻ്റെ അമ്മ ആയിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അമ്മയുടെ ഉടമ്പടി നിബന്ധനയിലുണ്ടായിരുന്നതായിരുന്നു സെറ്റ് എക്സാമിന് പാസ്സാവാനുള്ള ഒരു നിയോഗം. സെറ്റ് എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ BEdൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ മാത്രം പ്രിപ്പയർ ചെയ്യുകയും മാത്രമാണ് ചെയ്തിരുന്നത്. എക്സാമിന് പോകുമ്പോൾ 100% എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സിലബസിൻ്റെ പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അമ്മ തന്നിട്ടുള്ള ഉടമ്പടി തായാലും അമ്മയുടെ കാശ് രൂപ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാനായിട്ട് പോയിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, ഞാനതിൽ കർപ്പിക്കും. അങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ വന്നിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആൻസർ കീ ഒത്തുനോക്കുന്ന ശീലമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ആൻസർ കീ ഒത്തുനോക്കിയപ്പോൾ സെക്ഷണൽ കട്ട് ഓഫുകൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് ആയിട്ടുള്ള 48% എനിക്ക് ഉണ്ടായിരുന്നില്ല. 0.5% കുറവായിരുന്നു. അങ്ങനെ ഞാൻ അതുവരെ അമ്മ ഉടമ്പടിയിലായിരുന്നെങ്കിലും അതിൻ്റെ പ്രാർത്ഥനകളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവാണ് എനിക്കിത് തരുന്നതെങ്കിൽ എക്സാക്ട്ലി എനിക്ക് 48% മതി, അതിൽ കൂടുതലോ കുറവോ എനിക്ക് തരേണ്ടാന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാക്ട്ലി 48% ആയിരുന്നു. ഇതിലൂടെ എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ നടത്തിയിരുന്നതെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു. രണ്ടാമതായിട്ട് ഞാൻ 2024 ജനുവരി 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ 6ാമത്തെ നിയോഗത്തിലായിട്ട് എഴുതിയിരുന്നത്. ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും എനിക്ക് ഉത്തമ ബോധ്യമായിരുന്നു ഇത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തെ നിബന്ധനകളെല്ലാം എൻ്റെ കഴിവാൽ എനിക്ക് ഒരിക്കലും നടത്താൻ സാധിക്കില്ല, 100% ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആ ആഴ്ചയുടെ ഞാൻ അന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ലീവ് വേക്കൻസിയിലായിട്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വിളിച്ച് നമുക്ക് നാളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ, അങ്ങനെ ഓട്ടിസം ബാധിക്കുന്ന വ്യക്തികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയും പിന്നീട് ഞങ്ങൾ തുടർന്ന് എല്ലാ ആഴ്ചകളിലും അവിടെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് പോകാനും സാധിച്ചു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി, ദൈവത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനൊരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി, ദൈവം നമ്മളതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം 2 വീലറിൽ പോകുന്ന സമയത്ത് ആ സ്ഥലം വരെ ഞങ്ങൾ എത്തി. കൃത്യം ആ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സ്പോട്ട് എത്തിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ 2 വീലർ ഞാൻ ടേൺ ചെയ്തു. അങ്ങനെ പുറകിൽ നിന്ന് വരുന്ന ഒരു ബൈക്ക്, അവന് ബ്രേക്കും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ആക്സിഡൻ്റായി. അങ്ങനെ ഞങ്ങൾ തെറിച്ചു വീണെങ്കിലും കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇതറിഞ്ഞപ്പോഴും ഭയങ്കര പേടിയായി. പിന്നെ എൻ്റെ അശ്രദ്ധ തന്നെയായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത്തൊരു പ്രതിസന്ധി ഉണ്ടായത് എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം തരാനായിട്ട് സാധിച്ചു. ഇതിലൂടെ ഞങ്ങളുടെ കസിൻസിനാണെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരും പിന്നീട് ഉടമ്പടി എടുത്തിരുന്ന ആൾക്കാരും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും പിന്നീട് അവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗം ദൈവം കാണിക്കുകയാണ് ചെയ്തത്. ഇത്രയും ജീവിത പ്രതിസന്ധികളുടെ ഇടയിലും അത് നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ദൈവം അതിനൊരു വഴിയൊരുക്കി തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അവിടെ സഹായിക്കാനായിട്ട് പോകും. അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ സഹായിക്കാനായിട്ട് പോകാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും പത്രം വിതരണം ചെയ്യാനുണ്ട്. ഉടമ്പടി വഴിയായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ടും നിബന്ധനകളിൽ ചില സമയങ്ങളിൽ അതിൽ മുടക്കം വരുത്താറുണ്ടെങ്കിലും വചനത്തോട് കൂടുതലായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ അനുദിനം മുടങ്ങാതെ പങ്കെടുക്കാനായുള്ള ഒരു താല്പര്യമൊക്കെ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. ഇനി നമ്മൾ ഉടമ്പടി എന്തിനു ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ വ്യക്തികളോട് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്ത്യാനികളായിരുന്ന നമ്മൾ ജീവിച്ചിരുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടിയിൽ നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ട് പറയല്ല ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ മാർഗ്ഗരേഖ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉടമ്പടിക്ക് ശേഷം ഓരോ കാലഘട്ടങ്ങളിലും വചനങ്ങളായിരുന്നു, ഓരോരോ സമയങ്ങളിൽ ഓരോരോ വചനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഹബക്കുക്ക് 3:17 ഒരു അഭിഷേകത്തിലാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ ടീച്ചിങ്ങിലെ ലീവ് വാക്കൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലിടയിൽ ചില മാസങ്ങളിലൊക്കെ ജോലി ഇല്ലാതിരിക്കാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനൊരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് ഒരിക്കലും ദുഃഖകരമായൊരു അവസ്ഥയല്ല ഞാൻ ഫീൽ ചെയ്തിരുന്നത്. ദൈവം പ്രത്യാശയിലൂടെ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. റോമ 9:15-16 തിരുവചനങ്ങൾ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ക്രിസ്റ്റി ജെയിംസ് എന്ന ഈ മകൾ സുന്ദരമായി തൻ്റെ ഉടമ്പടി ജീവിതത്തെയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഗ്രഹങ്ങളെയും അമ്മയുടെ തിരുവെളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് മുഴുവനും ഉടമ്പടി ഓരോ ദിവസവും അർത്ഥപൂർണമായി ജീവിക്കുവാൻ മകൾ നടത്തിക്കൊണ്ടിരുന്ന ഹൃദയത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത കൊണ്ട്, കാരുണ്യ പ്രവൃത്തികളിലുള്ള തിഷ്ഠത കൊണ്ട്, പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട്, തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപ മാത്രമാണ് തൻ്റെ പരീക്ഷകളിലും തൻ്റെ പരിശ്രമങ്ങളിലും തനിക്കെപ്പോഴും വിജയം നൽകുന്നതെന്ന് മകൾ ഉറച്ചു വിശ്വസിച്ചാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. കേറ്ററ്റും സെറ്റും മകൾ എഴുതി വിജയിക്കുമ്പോൾ പറയുന്നുണ്ട്, സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു, കുറച്ച് സമയമേ എനിക്ക് പഠിക്കുവാനുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഞാൻ തന്നെ MCQ നോക്കുമ്പോൾ എനിക്ക് വിജയിക്കുവാനുള്ള മാർക്ക് അതിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇതെല്ലാം സ്വയം തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അമ്മ മാതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് 42% മാർക്ക് വിജയിക്കുവാൻ വേണം, അമ്മ അതെനിക്ക് നൽകിയാൽ മതി.
അത് അമ്മയോട് ചോദിക്കുന്നത്, അമ്മ എന്നെ വിജയത്തിലേക്ക് മാത്രം നയിച്ചാൽ മതി, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ 42% എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മകളുടെ റിസൾട്ടിലാണ് പ്രതിഫലിക്കുന്നത്. അവൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ മാതാവിനോട് അവൾ ചോദിക്കുന്നത്, ആ ചോദിച്ചത് മാത്രമാണ്. അത് 48.5 49 ആകുന്നില്ല. കാരണം അത് ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന ഒരു റിപ്ലൈ ആണത്. നമ്മൾ അമ്മ മാതാവിനോട് തികഞ്ഞ ശരണത്തിലും പൂർണ്ണ വിശ്വാസത്തിലും ഒരു നിയോഗം സമർപ്പിച്ചാൽ ആ നിയോഗം ഫലപ്രാപ്തി എത്തുന്നതുവരെയും അമ്മയുടെ അടയാളപ്പെടുത്തലുകളും സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കും. നാം ചോദിക്കുന്നതിനോട് അതേപോലെ നമുക്ക് സഹായം നൽകുന്ന അമ്മയെ കാണാനാവും. അതാണ് ആ 48% ചോദിക്കുമ്പോൾ അത് തന്നെ കിട്ടി അവിടെ ദൈവത്തിന് നന്ദി പറയുന്നതിന് അടിസ്ഥാനം. മറ്റൊന്നുണ്ട്, ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. ഈ കാരുണ്യ പ്രവൃത്തിക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടമാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അപകടം. അപ്പോൾ അപകടം അതിൻ്റെ ആദ്യ കാഴ്ചയിലും സംസാരത്തിലുമൊക്കെ ഒരു ക്ലേശകരമായ ദുരന്തപൂർണമായ അവസ്ഥയാണ്. നല്ല കാര്യത്തിന് പോയപ്പോൾ എന്താ ഇത്ര സഹനമുണ്ടായി? എന്നാൽ മകളിന്ന് തിരിച്ചറിയുന്നുണ്ട്. അപകടമുണ്ടായപ്പോൾ ഓരോരുത്തരും ചോദിച്ചു, എവിടെ പോയി, എന്തിനു പോയി, എന്താ അവിടെ പോയേ? ചോദിക്കുമ്പോൾ എല്ലാവരോടും പറയാൻ ഒന്നേ ഉള്ളൂ, ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയതാണ്. അവിടെ ആരാ, എന്താ ഉള്ളേ? ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത്. മകളിന്ന് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒത്തിരി പേർ ഇന്നവിടെ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അല്പക്ലേശത്തിലൂടെ ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതികളുണ്ട്, നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പദ്ധതികൾ. ഒരുപക്ഷെ ആ ഇടത്തേക്ക് ഒത്തിരി പേർ അവരെ സഹായിക്കുവാനും കൈകൊടുക്കുവാനും ജീവിതാവശ്യങ്ങൾ നിറവേറ്റുവാനും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ ഒരു സമയത്തായിരിക്കും മകൾക്ക് ചെറിയൊരു അപകടം വരുമ്പോൾ അവളുടെ അശ്രദ്ധ കൊണ്ടെന്ന് അവൾ കൺഫസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ആ അപകടത്തിലൂടെ പോലും വലിയ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നത്. അതുകൊണ്ട് ചില ക്ലേശകാലങ്ങൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ പതറിപ്പോവരുത്. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. കാത്തിരിക്കുവാൻ, ദൈവം പ്രവർത്തിക്കുന്ന അവസരത്തിന് വേണ്ടി അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുവാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്കൊരു ക്ഷമയുണ്ടാവണം. അത് കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കും. മകൾ അതാണ് രണ്ടാമത് സൂചിപ്പിച്ചത്. മൂന്നാമത്തത് അവിടെ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾ വായിച്ചത് ഹബക്കൂക്ക് 3:17 അവിടെ എല്ലാ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ വയലിൽ ധാന്യങ്ങളില്ല, ആലയിൽ ആടുകളില്ല, എൻ്റെ മുന്തിരിച്ചെടികളിൽ പഴങ്ങളില്ല, എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനം പറയും, എങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അത് അവൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ പറയുന്നത്. താൽക്കാലിക അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 മാസം കാണും, പിന്നെ ഒന്നും കാണില്ല. അടുത്തത് ചിലപ്പോൾ 5-6 മാസം കഴിയുമ്പോൾ കിട്ടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ അവൾക്ക് ലോകത്തോടൊന്നേ പറയാനുള്ളൂ, ഞാൻ ഈ ഇല്ലായ്മയുടെ കാലങ്ങളിൽ ദൈവത്തോടും മറ്റുള്ളവരോടും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം എല്ലാം ഉള്ളവൻ തക്ക സമയത്തിലേക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരുമെന്ന പ്രത്യാശയുണ്ട്. ഇത് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നൊരു അഭിഷേകമാണ്. ഇല്ലായ്മയുടെ കാലത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാം ഉള്ളവൻ നമുക്കൊരുക്കി തരുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കുവാനുമുള്ള ഒരു സന്തോഷത്തിൻ്റെ പ്രത്യാശ. മകളുടെ ജീവിതം അതാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മയായി നമ്മളോട് പങ്കുവെക്കുന്നത്. എന്താ ഉടമ്പടി ജീവിതം? എക്സ്ട്രാ ഒന്നും ഇതിനകത്തില്ല. ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ എന്തൊക്കെയാണോ വേണ്ടത്? നിനക്ക് അനുതാപമുള്ള വിശുദ്ധിയുള്ളൊരു ജീവിതം വേണം. നിൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിൻ്റെ സഹോദരനെ കാണുവാനുള്ള കണ്ണുകൾ വേണം. കാരുണ്യ പ്രവൃത്തികളിലൂടെ അവരെ ബലപ്പെടുത്തുന്നതിന്, അറിയുന്നവരോടും അറിയാത്തവരോടും ദൈവത്തെക്കുറിച്ച് പറയുവാനും അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും നിനക്ക് മാമോദിസ സ്വീകരിച്ച നിനക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്തവനെ ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും ഞാൻ ഏറ്റുപറയുമെന്ന സന്തോഷമുള്ള ജീവിതം കൊണ്ടുമാണ് നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നത്. അതാണ് മകൾ പറയുന്നത്. ഉടമ്പടി ആർക്കും എടുക്കാം. ഉടമ്പടി ജീവിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് ദൈവത്തോട് ചേർന്നൊരു മനസ്സ് സൂക്ഷിക്കുന്നവർക്ക് ഉടമ്പടി എളുപ്പമാണ്. ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടിയുടെ ഓരോ രീതികളും നിബന്ധനകളും പാലിക്കുവാൻ എളുപ്പമാണ്. എങ്കിലും തുടക്കക്കാർക്ക് മകൾ എഴുതിയ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ആദ്യത്തെ തവണ 6ാമത്തെ നിയോഗം ഞാൻ എഴുതിയത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ്.
മാതാവിൻ്റെ കരങ്ങളിൽ തന്നെ നിബന്ധനകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്കൊറ്റയ്ക്ക് ഇത് പറ്റത്തില്ല, ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ആളാണ്, എനിക്കിങ്ങനെ എപ്പോഴും നോക്കിക്കണ്ട് ജീവിക്കാൻ പാടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കുറവുള്ളതെല്ലാം അമ്മ മാതാവ് ഏറ്റെടുത്ത് എന്നെക്കൊണ്ട് സമയാസമയത്ത് ചെയ്യിച്ച് ഈ ഉടമ്പടി നന്നായി കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന്. അത് എത്ര കണ്ട് ഒരാൾ ഉടമ്പടിയെ സ്നേഹിക്കുന്നു, അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം വിട്ടുകൊടുക്കുന്നു, ദൈവത്തിൻ്റെ ശരണപ്പെട്ടുകൊണ്ട് വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. ഓർക്കണം, ഓരോ ഉടമ്പടി ജീവിതവും ദൈവത്തിന് ഉള്ള നിക്ഷേപമാണ്. നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിക്ഷേപമായി, ദൈവത്തിൻ്റെ കരുണയുടെ നിക്ഷേപമായി, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിക്ഷേപമായി നാം ഓരോരുത്തരും മാറുകയാണ്. അതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ആത്മീയമായി നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കും വിധം ഉടമ്പടി ബലപ്പെടുത്തുവാൻ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.